ഹലോ ഡിയർ ഫുഡീസ്, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നൊരു ഇഫ്താർ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിനെ പറയുന്നത് ത്രെഡ് ചിക്കൻ എന്ന് പറയും, അല്ലെങ്കിൽ ക്രിസ്പി ചിക്കൻ എന്ന് പറയും. എൻ്റെ ഒരു ഫ്രണ്ട് ഈ വീഡിയോ കണ്ടിട്ട് എന്നോട് പറഞ്ഞ് അവരുടെ അവിടെയൊക്കെ നാട്ടിൽ ഇതിനെ പറയുന്നത് പൊട്ടിത്തെറി ചിക്കൻ എന്ന്. ആൻഡ് ഐ വാസ് വെരി സർപ്രൈസ്ഡ് ബൈ ദിസ് നെയിം ആൻഡ് ഐ ലൈക്ക് ദാറ്റ് നെയിം, പൊട്ടിത്തെറി ചിക്കൻ, വെരി യുണീക്ക് നെയിം. അപ്പോൾ ഈ ചിക്കൻ ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് ആദ്യം നമുക്കതിൻ്റെ മാരിനേഷൻ റെഡിയാക്കാം. മാരിനേഷന് വേണ്ടി ഞാനിവിടെ 1 ടീസ്പൂൺ യോഗേർട്ട്, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ നമ്മുടെ വീട്ടിലെ പൗഡേർഡ് മസാല, മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെപ്പർ പൗഡർ, കുറച്ച് ചില്ലി ഫ്ലേക്സ്, പിന്നെ അതിൻ്റെ കൂടെ ഞാനിവിടെ കുറച്ച് ചൈനീസ് സോസിൻ്റെ സോയാ സോസും ചില്ലി സോസും പിന്നെ ഷേസ്വാൻ സോസും ഇടുന്നുണ്ട്. അത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. എന്നിട്ട് ഉപ്പും ഉപ്പ് അഡ്ജസ്റ്റ് ചെയ്യുക, കാരണം ചൈനീസ് സോസസിനകത്ത് ഉപ്പുണ്ട്. പിന്നെ ഞാൻ 1 ടീസ്പൂൺ ഇവിടെ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയല്ല, നമ്മുടെ നോർമൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ കുക്കിംഗ് ഓയിൽ വേറെ ഏതെങ്കിലും ഒഴിച്ചു കൊടുക്കണം. അത് കഴിഞ്ഞിട്ട് ഞാനിവിടെ ഒരു 1/2 kg ചിക്കനിന് നല്ല തിൻ സ്ലൈസ് ആയിട്ട് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇങ്ങനെ എടുത്താൽ അത് ഫ്രൈ ചെയ്യാൻ വളരെ എളുപ്പമാണ്, അപ്പം പെട്ടെന്ന് ഫ്രൈ ആവും ഇത്. ഇപ്പോൾ ഇതിനെ നമുക്ക് 1 മണിക്കൂർ നേരത്തേക്ക് കോട്ട് ചെയ്ത് വെക്കാം. മാക്സിമം എത്ര വെക്കുന്ന അത്രയും നല്ലത്. അത് കഴിഞ്ഞിട്ട് നമുക്കിതിൻ്റെ കോട്ടിങ് കവറിങ്ങിന് വേണ്ടി ഞാൻ സമോസയുടെ ഷീറ്റ്സ് റെഡിമെയ്ഡ് മേടിച്ചിട്ട് അതിനെ നല്ല ബാരിക് സ്ലൈസ് ആക്കി നമുക്കതിനെ കട്ട് ചെയ്യാം. എന്നിട്ട് അതിനെ ചെറുതായിട്ടൊന്ന് ലൂസ് ചെയ്ത് കൊടുക്കുക. അത് ഒട്ടിയിരിക്കുവാണെങ്കിൽ അതൊന്ന് ലൂസ് ആയിക്കോളും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിതിനെ കോട്ട് ചെയ്യാൻ വേണ്ടി ചിക്കൻ എടുത്തിട്ട് അതിൻ്റെ മണ്ടയ്ക്കോട്ട് വെച്ചിട്ട് നല്ലപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലപോലെ അത് കോട്ടാവും. അപ്പോൾ നമ്മുടെ ത്രെഡ് ചിക്കൻ ഇവിടെ റെഡിയായി, അല്ലെങ്കിൽ പൊട്ടിത്തെറി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനിതിനെ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഓപ്പൺ പ്ലേറ്റിൽ ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് വെച്ചിട്ടില്ലേ, ആദ്യം 1 മണിക്കൂർ നേരം ഞാൻ ഇതിനെ ഒന്ന് ഫ്രീസ് ചെയ്യും. അപ്പം ഇത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ സിപ്പ് ലോക്ക് ബാഗിനകത്ത് വെച്ച് സ്റ്റോർ ചെയ്യാൻ ഇത് എളുപ്പം. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇത് സ്റ്റിക്ക് ആവത്തില്ല. നമുക്കത് ആവശ്യമുള്ളപ്പോൾ എടുത്ത് അന്നേരം ഫ്രൈ ചെയ്യാം. അപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ട് അതായത് ലൂസൺ ആക്കിയിട്ട് ഇതിനെ ഞാനൊരു സിപ്പ് ലോക്ക് ബാഗിനകത്ത് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണോ അന്നേരം അത് നമുക്കെടുത്ത് ഫ്രൈ ചെയ്യാം. ഇത് ഒരു 2 മാസം മാക്സിമം 3 മാസം വരെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം, കേടാവത്തില്ല ഫ്രീസറിനകത്ത് വെച്ചാൽ. അപ്പോൾ എൻ്റെ ഇഫ്താറിലേക്കുള്ള നോമ്പിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ റെഡി ആവുന്നുണ്ട്. അപ്പോൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എന്താണെന്ന് വെച്ചാൽ ഇത് എണ്ണ നല്ല ചൂടായി കഴിഞ്ഞിട്ട് വളരെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ കുക്ക് ചെയ്യണം, അല്ലെങ്കിൽ മേളിൽ നിന്ന് നല്ല ക്രിസ്പാവും, ഉള്ളിൽ ചിക്കൻ നല്ലപോലെ വേവത്തില്ല. അപ്പം സ്ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഇതിനെ ഫ്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ത്രെഡ് ചിക്കൻ അല്ലെങ്കിൽ പൊട്ടിത്തെറി ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു. മേളിൽ നിന്ന് നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ചിക്കൻ, ടെൻഡർ ചിക്കനായിട്ട്. അപ്പോൾ നിങ്ങളിത് എന്തായാലും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനലിനെ ഒന്ന് ഫോളോ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യുക. അപ്പോൾ വീണ്ടും ഒരു നല്ല റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.